ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രൈസ് ആക്ഷൻ എന്താന്ന് പഠിച്ചു അല്ലേ? എന്താണ് പ്രൈസ് ആക്ഷൻ എന്ന് പഠിച്ചു, എന്തിനാണ് നമ്മൾ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്യണത് എന്ന് പഠിച്ചു. അപ്പോൾ അതിൽ തന്നെ നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും അല്ലേ, സപ്പോർട്ടും റെസിസ്റ്റൻസും ഹൊറിസോണ്ടൽ ലൈൻസ് വെച്ചിട്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്യുന്നത് പഠിച്ചു അല്ലേ? We mark support and resistance levels with respect to the swing highs and swing lows അല്ലേ? ഇത് ഞാൻ ചാർട്ടിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരുകയും ചെയ്തു. ഓരോ സ്വിംഗ് ഹൈ എന്താണ്, സ്വിംഗ് ലോ എന്താണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നത്, അത് ഓരോ സ്ഥലങ്ങളിലും റെസ്പെക്റ്റ് ചെയ്തിരിക്കുന്ന രീതി, ഇതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? സപ്പോർട്ടും റെസിസ്റ്റൻസും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്ക് ചെയ്യണതെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരിക, എന്നാൽ മാത്രമേ ഈ ഒരു കാര്യം ക്ലിയർ ആവുള്ളൂ. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും എങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, ക്ലിയർ ആയിട്ട് ചാർട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ സപ്പോർട്ട് എന്താണ്, റെസിസ്റ്റൻസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ലാഗ് ആക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ചാർട്ടിൽ പോവാം. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ തന്നെ ചാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇൻട്രാഡേക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ലെവൽസ് മാർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത ലെവൽസ് എല്ലാം കളയുകയാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് മേജറും മൈനറും ആയിട്ടുള്ള റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യണം. മേജർ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെന്തിനാണ് മേജറും മൈനറും ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം മേജർ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം, എന്നിട്ട് ഇത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ 1 hour ചാർട്ട് എടുത്തിട്ട് ഹൊറിസോണ്ടൽ ലൈൻ, ഓക്കെ, ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുക. എങ്ങനെ മാർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ സ്വിംഗ് ഹൈസും സ്വിംഗ് ലോസും. ഓക്കെ, അത് വരുന്ന സ്ഥലത്തെല്ലാം നമ്മൾ ലെവൽ മാർക്ക് ചെയ്ത് വിടാം. അപ്പോൾ 1 hour ടൈം ഫ്രെയിം വെച്ചിട്ട് ഇൻട്രാഡേക്കാണ് കേട്ടോ. 1 hour ടൈം ഫ്രെയിം വെച്ചിട്ട് നമ്മൾ മേജർ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. ഇതെന്തിനാണ് ഇങ്ങനെ മാർക്ക് ചെയ്യണത്, മേജറും മൈനറും ഇതും തമ്മിൽ നമ്മൾ എങ്ങനെയാണ് തരംതിരിക്കുന്നത്, പിന്നെ ഇത് രണ്ടും എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ലെവൽസ് നമുക്ക് ഫസ്റ്റ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു മേജർ ലെവൽസ് കുറച്ച് തിക്കായിട്ട് മാർക്ക് ചെയ്തിരിക്കുക. അത് മേജർ ലെവലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് തിക്കായിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, 1 hour ടൈം ഫ്രെയിം വെച്ചിട്ട് മേജർ ലെവൽസ് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് 5 minute 15 minute വെച്ചിട്ട് മൈനർ ലെവൽസും മാർക്ക് ചെയ്ത് വിടാം. ഓക്കെ, അപ്പോൾ ഇത്രയും മതിയാവുമെന്ന് വിചാരിക്കണം. അത് ഒരു ദിവസത്തെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടാറ്റ മോട്ടോഴ്സിനെ പോലത്തെ ഒരു സ്റ്റോക്ക് ആണെങ്കിൽ നമുക്കൊരു 20 രൂപ ഇല്ലെങ്കിൽ ഒരു 30 രൂപയൊക്കെ മേലോട്ടും ഒരു 30 രൂപ താഴോട്ടും, അതായത് ഇപ്പം മാർക്കറ്റ് എവിടെയാണോ ക്ലോസ് ചെയ്തത് അവിടെ നിന്നൊരു 20 രൂപ മേലോട്ടും ഒരു 20 രൂപ താഴോട്ടും, അല്ലെങ്കിൽ ഒരു 30 രൂപ മേലോട്ടും ഒരു 30 രൂപ താഴോട്ടും. കാരണം നാളേക്ക് ഇപ്പോൾ അത്രയ്ക്കുള്ളൊരു മൂവ്മെൻ്റ് അല്ലേ തരാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പം മേജർ ലെവൽസ് ഇത്രയും മതിയാവുമെന്ന് വിചാരിക്കണം. 976 മാർക്കറ്റ് ക്ലോസ് ആയത്. താഴോട്ട് 939 വരെ നമ്മൾ മാർക്ക് ചെയ്തു, മേലോട്ട് 1021 വരെ മാർക്ക് ചെയ്തു. ഇത് തന്നെ വലിയൊരു എന്താണ്, ടാറ്റ മോട്ടോഴ്സിന് ഇത്രയും ഒന്ന് മേലോട്ട് കയറുക അല്ലെങ്കിൽ ഇത്രയും ഒന്ന് താഴോട്ട് ഇറങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ റെയറായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ റെയറായിട്ട് നടക്കുന്ന കാര്യങ്ങളിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ താഴോട്ട് ഇനിയും ഒരു ലെവൽ കൂടി മാർക്ക് ചെയ്ത് വയ്ക്കാം, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ലെവൽസ് എല്ലാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ പോയിന്റിലും റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ,
നമ്മൾ പിന്നോട്ട് വരികയാണെങ്കിൽ കണ്ടോ, ഇവിടെ റെസ്പെക്ട് ചെയ്തു, ഇവിടെ റെസ്പെക്ട് ചെയ്തു, ഇവിടെ റെസ്പെക്ട് ചെയ്തു, ഇവിടെ 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 നമ്മൾ അവിടെ എവിടെ നോക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തേ, ഇവിടെ നോക്കിയിട്ട് അല്ലേ, ഇത്രയും ഒരു സ്പേസ് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈം ഫ്രെയിം വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തത്. പക്ഷെ റെസ്പെക്ട് ചെയ്തതോ ഇവിടെയൊക്കെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്, ഹിസ്റ്റോറിക്കൽ പ്രൈസ് മൂവ്മെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്യുക. ഇറ്റ് ടെൻസ് ടു റിപ്പീറ്റ്, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇനി അങ്ങോട്ടും. ഓക്കെ, അത് മാർക്കറ്റിൻ്റെ ഒരു സൈക്കോളജി അങ്ങനെയാണ്. റീറ്റെയിൽ ട്രേഡേഴ്സ് ആയാലും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ആയാലും ഇവിടെ എത്തുമ്പോൾ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഓരോ ലെവൽ എത്തുമ്പോഴും ചിന്തിക്കുന്നത് ഈ ഒരു ലെവൽസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഓക്കെ, അതായത് ഓരോ ഇപ്പോൾ സെല്ല് ചെയ്തു, ഇവിടെ നിന്ന് സെല്ല് ചെയ്തു, ഇവിടെ നിന്ന് സെല്ല് ചെയ്തിട്ട് ഈ ഒരു ലെവൽ എത്തുന്ന സമയത്ത് ഞാൻ കുറച്ച് സൂമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത് 1 hour ടൈം ഫ്രെയിം ആണ്. സെല്ലേഴ്സ് ഇവിടെ നിന്ന്, ഓക്കെ, ഇവിടുന്ന് ഡേ സ്റ്റാർട്ട് ചെയ്തു, മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ആയത്, സോറി ഇവിടെ ഓപ്പൺ ആയി മേലോട്ട് പോയി. എന്തുകൊണ്ട് ഈ ലെവൽ ബ്രേക്ക് ചെയ്തില്ല? ബയേഴ്സ് ഇത്രയും കയറി വന്നു അല്ലേ, എന്തുകൊണ്ട് ഈ ലെവൽ ബ്രേക്ക് ചെയ്തില്ല? ഇതൊരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് അല്ല, ഇത് വിക്ക് മാത്രമാണ് മേലോട്ട് പോയത്, പക്ഷെ മേലെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. കാരണം ബുൾസ് മേലേക്ക് നല്ലോണം കയറി, അതായത് ബയേഴ്സ്. പക്ഷേ ഈ ഒരു ലെവൽ എത്തിയ സമയത്ത് ബയേഴ്സിന് മനസ്സിലായി ഇവിടെ ഒരു ലെവൽ ഉണ്ട്, ഇതിൻ്റെ മേലോട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ പിന്നീട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ എന്ന് മനസ്സിലായ ബയേഴ്സ് ഇവിടെ നിന്ന് ബൈ ചെയ്യൽ ചെറുതായിട്ടൊന്ന് കുറയ്ക്കും. ആ ഒരു സമയത്ത് ബയേഴ്സ് കൺട്രോളിൽ വരും. അങ്ങനെ ബയേഴ്സ് താഴോട്ട് വന്നു. ബയേഴ്സിന് ഈ ഒരു ലെവൽ എത്തിയപ്പോൾ എന്ത് മനസ്സിലായി? ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നാലേ ഇനി ഇവിടെ നിന്ന് ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ, ഒരു ഷോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അത് മനസ്സിലായ സ്ഥിതിക്ക് അവരും ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തു സെല് ചെയ്യൽ. അപ്പം മാർക്കറ്റ് ബയേഴ്സ് ഇവിടുന്ന് ബൈയും ചെയ്തില്ല, സെല്ലേഴ്സ് ഇവിടുന്ന് സെല്ലും ചെയ്തില്ല, ഇവിടെ കൺസോൾട്ടേഷനായി. പിന്നെ മാർക്കറ്റ് തിരിച്ചും മേലോട്ട് കയറി ഈ ലെവലിൻ്റെ അപ്രോച്ച് ചെയ്തപ്പോൾ ബയേഴ്സ് വീക്കായി. കാരണം മനസ്സിലായി ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താലേ ഇനി ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അതറിഞ്ഞവർ അവിടെ നിന്ന് വീക്കായി, ബയേഴ്സ് കൺട്രോളിൽ വന്നു, ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? താഴോട്ട് ഫോളായി അല്ലേ. ഇതും ബ്രേക്ക് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? താഴോട്ട് ഫോളായി. ഇതിവിടെ നിന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ മേലോട്ട് കയറി, ഇതിവിടെ നിന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ മേലോട്ട് കയറി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒരു മാർക്കറ്റ് സൈക്കോളജിയുടെ ബേസിലാണ്. വർഷങ്ങളായിട്ട് മനുഷ്യന്മാർ ഇതിൽ ട്രേഡ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ്, അവരുടെ ഒരു ചിന്താഗതിയുടെ ബേസിലാണ് നമ്മളിത് വരയ്ക്കുന്നത്. ഈ ലെവൽസിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഓരോ ട്രേഡേഴ്സും ചിന്തിക്കുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ആ ലെവലിനെ റെസ്പെക്റ്റ് ചെയ്യും, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ വരയ്ക്കുക. ക്ലിയർ ആയോ? ഇനി ഇത് മേജർ ലെവൽസ് നമ്മൾ വരച്ചു. ഇതിപ്പോൾ ഓരോ ക്യാൻഡിലും 1 hour ആണ്. ഇതിൻ്റെ ബേസിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, അപ്പം നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യും? 15 മിനിറ്റ് വയ്ക്കും. 15 മിനിറ്റ് വയ്ക്കുമ്പോൾ നമ്മൾക്ക് ഇൻട്രാഡേക്ക് പറ്റിയ ലെവൽസുകളും കിട്ടും. ഈ മേജർ ലെവൽസ് എല്ലാം എന്തിനാ മാർക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മേജർ സപ്പോർട്ട് അല്ലെങ്കിൽ എന്താ പറയുക, മേജർ റെസിസ്റ്റൻസ് എന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് മാർക്ക് ചെയ്തത്. അതിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഇല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് വരും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മേജർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് ഈ ലെവലുകളായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 15 മിനിറ്റ് ടൈം ഫ്രെയിം ആക്കി. ഇനി നമുക്ക് 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഈ ഗ്യാപ്പിലൊക്കെ ഓരോ ഹൈയും ലോയും എല്ലാം ഉണ്ടായിട്ടുണ്ട് അല്ലേ, അവിടെയൊക്കെ നമുക്ക് ലെവൽസ് വെച്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻട്രാഡേ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് വെച്ചപ്പോഴും ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, 15 മിനിറ്റ് ടൈം ഫ്രെയിം വെച്ചപ്പോഴും ഇതിൽ 1 hour നമ്മൾ മാർക്ക് ചെയ്തത് നല്ലോണം റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്രേക്കായി മേലോട്ട് പോയി, ഇവിടെ എല്ലാം റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഇവിടെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തെത്തിയപ്പോൾ ബയേഴ്സ് വീക്കായി, റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വൺസ് ടച്ച് വന്നു, റെസ്പെക്റ്റ് ചെയ്തു, ബയേഴ്സ് വീക്കായി.
അതായത് സെല്ലേഴ്സ് പിന്നീട് ശക്തമായിട്ട് തന്നെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നു. ഇവിടെ എല്ലാം റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കാര്യം കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് 15 മിനിറ്റ് വെച്ചിട്ട് മൈനർ ലെവൽസ് മാർക്ക് ചെയ്യാം. ഓക്കെ, മൈനർ ലെവൽസ് എന്ന് പറയുമ്പോൾ ദേ ഇവിടെ ഒരു മൈനർ ലെവൽ വരും. ഇതിന്റെ തിക്നെസ് ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക, കാരണം ഇത് മൈനർ ലെവലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് 2x വേണ്ട, 1px നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, 2px മതി. ഇല്ലെങ്കിൽ 2px ഇത് നമുക്ക് വേറെ കളറിൽ കൊടുക്കാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇത് മതി. ഇതാകുമ്പോൾ കൂടുതൽ കണ്ണിന് സ്ട്രെയിനും വരുന്നില്ല. ഓക്കെ, ഇവിടെ റെസ്പെക്ട് ചെയ്തിട്ടില്ലേ? ഉണ്ട്, ഈ ഒരു ലെവല് അല്ലേ? ഇവിടെ റെസ്പെക്ട് ചെയ്തു, ഇവിടെ റെസ്പെക്ട് ചെയ്തു, ഇവിടെ ബ്രേക്ക് ആയപ്പോൾ താഴോട്ട് ഫോളോ വന്നു. ഓക്കെ, ഇത് നല്ലൊരു എന്താ പറയുക, ബുള്ളിഷ് ട്രെൻഡാണ്. അതുകൊണ്ടാണ് ഇതൊന്നും റെസ്പെക്ട് ചെയ്യാതെ മേജർ ലെവൽസിന് മാത്രം റെസ്പെക്ട് ചെയ്ത് പോയിരിക്കുന്നതുണ്ടോ. ഈ മേജർ ലെവൽസിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മേജർ ലെവൽസിൻ്റെ എങ്ങനെയാണ്, മൈനർ ലെവൽസ് എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ മൈനർ ലെവൽസ് ഇവിടെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. മൈനർ ലെവൽസ് നമുക്ക് കംപ്ലീറ്റ്ലി മൊത്തത്തിലൊന്ന് വരച്ച് റെഡിയാക്കാം. ഇനി ഇത് കഴിഞ്ഞ് ഫസ്റ്റ് 5 മിനിറ്റിൽ നമുക്ക് ലെവൽസ് കിട്ടും. അപ്പോൾ നമുക്ക് അതും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ബ്രേക്കായി മേലോട്ട് പോയി, അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല, താഴോട്ട് വന്നു. ഇതൊരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് അല്ല. ഓക്കെ, പിന്നെ ബോട്ട് പോവുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ ഒരു ലെവലുണ്ട്. ഇവിടെ റെസ്പെക്ട് ചെയ്തു, ഇവിടെ റെസ്പെക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ റെസ്പെക്ട് ചെയ്തു, ഇവിടെ റെസ്പെക്ട് ചെയ്തു, ഇവിടെ അല്ലേ? ഇവിടെ റെസ്പെക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വരയ്ക്കാം. ഓക്കെ, ഓക്കെ ഫൈൻ. ഇവിടെ റെസ്പെക്ട് ചെയ്തു, ഇവിടെ റെസ്പെക്ട് ചെയ്തു, ഇവിടെ റെസ്പെക്ട് ചെയ്തു, ഇവിടെ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മൈനർ ലെവൽസ് മാർക്ക് ചെയ്യുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇൻട്രാഡേ എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്ക് ഇവിടുന്ന് എങ്ങനെ ഇപ്പോൾ 15 മിനിറ്റ് ടൈം ഫ്രെയിം എല്ലാം മാർക്ക് ചെയ്തു, 15 മിനിറ്റ് വെച്ചിട്ട് ലെവൽസ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് എങ്ങനെ നമുക്ക് എൻട്രി എടുക്കാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ മേജർ ലെവൽസ് ബ്രേക്ക് ആവുകയാണെങ്കിൽ, ഓക്കെ, ഇത് ഇവിടുന്ന് മേജർ ലെവൽ എന്നാണ് ഈ ഒരു അപ് ട്രെൻഡ് സ്റ്റാർട്ട് ആയത്. ഈ ഒരു ഇതിനൊന്നും റെസ്പെക്റ്റ് പോലും ചെയ്തിട്ടില്ല മൈനർ ലെവലിനെ. കൺസോളിഡേഷൻ മാർക്കറ്റ് അല്ലെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഇതുപോലത്തെ മാർക്കറ്റൊക്കെ ആണെങ്കിൽ ഈ ഒരു മൈനർ ലെവൽസിനെ നല്ലോണം റെസ്പെക്റ്റ് ചെയ്യും. അല്ല, നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള നല്ലൊരു സ്ട്രോങ് അപ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഡൗൺ ട്രെൻഡ് ഉള്ള മാർക്കറ്റ് ആണെങ്കിൽ മൈനർ ലെവൽസിനെ കാര്യമായി റെസ്പെക്റ്റ് ചെയ്യില്ല, മേജർ ലെവൽസിനായിരിക്കും റെസ്പെക്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ വന്നു, ഈ ക്യാൻഡിൽ ഇവിടുന്ന് സ്റ്റോപ്പായി. എന്നിട്ട് ബുൾസ്, അതായത് ബയേഴ്സ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ മേലോട്ട് വരും. മേലോട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചു? അടുത്ത മേജർ റെസിസ്റ്റൻസ് വരെ പോയി അല്ലേ? 969 ബ്രേക്ക് ആയി എന്ന് കണ്ടപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി പോകാൻ പറ്റുമായിരുന്നു. ഓക്കെ, ഇത് ഞാൻ 5 മിനിറ്റ് ആക്കി കാണിച്ചു തരാം. 5 മിനിറ്റിലും നമ്മുടെ ലെവൽസ് എല്ലാം റെസ്പെക്റ്റ് ചെയ്യേണ്ടോ നോക്കുക. അത് ഞാൻ വിട്ടുപോയതാണ്. 5 മിനിറ്റിലും നമ്മുടെ ലെവൽസ് എല്ലാം റെസ്പെക്റ്റ് ചെയ്യേണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ ഒരു എക്സാമ്പിളാണ്. ഈ ഒരു മേജർ ലെവലിനെ ബ്രേക്ക് ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു മേജർ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് മേലോട്ട് പോയി എന്ന് കണ്ടപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ലോങ് എൻട്രി എടുക്കാമായിരുന്നു. ടാർഗറ്റ് എവിടെ? 985 എന്നുള്ള ഈ ഒരു മേജർ റെസിസ്റ്റൻസ് വരെ. ഓക്കെ, ട്രെൻഡ് സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ ഈ 1 ഹവറിൽ വരച്ചിട്ടുള്ള
1 hour ടൈം ഫ്രെയിമിൽ വരച്ചിട്ടുള്ള ഈ ലെവൽസിനെ നമുക്ക് എൻട്രി എടുക്കാനും ടാർഗറ്റ് വെക്കാനും വേണ്ടി എടുക്കാൻ പറ്റും. ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തിട്ട് ഈ ഒരു പൊസിഷനിൽ നിന്ന് ഒരു എൻട്രി എടുത്ത് ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസും വെച്ച് ഇവിടം വരെ ഒരു എൻട്രി നമുക്ക് പോസിബിൾ ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നല്ലൊരു ട്രേഡ് ഇവിടെ നിന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയി സൈഡ് വേസ് പോയി. ഇങ്ങനെയായി, അതായത് മൈനർ ലെവൽസിനെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് താഴെ വന്നു. ഇപ്പോൾ ഇവിടുന്ന് താഴോട്ട് വന്നു, പക്ഷെ ഇവിടുന്ന് ബയേഴ്സിന് ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, അതായത് സെല്ലേഴ്സിന്. തിരിച്ച് മാർക്കറ്റ് ഇതേ റേഞ്ചിലേക്ക് പോയി, എന്നിട്ട് തിരിച്ച് താഴേക്ക് വന്നു. പിന്നെയും ബ്രേക്ക് ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ ഒരു സ്ട്രോങ് അപ്പ് ട്രെൻഡ് മേലോട്ട് വന്നു. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ലെവലും ബ്രേക്ക് ആയ സമയത്ത് നമുക്ക് ഷുവറാണ്, അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് ഒരു പ്രോബബിലിറ്റി അല്ലേ, ഒരു പ്രോബബിലിറ്റി. ഇത് എല്ലാം പ്രോബബിലിറ്റി ആണ് കേട്ടോ, ഒന്നും 100% വർക്ക് ആവില്ല, പ്രോബബിലിറ്റി. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ആവുകയാണെങ്കിൽ ഇവിടം വരെ പോകുന്ന ഒരു പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാം, ലോങ് എടുത്തിട്ട് 1005 വരെ ഹോൾഡ് ചെയ്യാം, 95. അപ്പോൾ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തിട്ട് ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ഇവിടം വരെ റൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ, ടാർഗറ്റ് വെച്ചിട്ട്. കറക്റ്റ് അല്ലേ? ഇനി ഇവിടുന്ന് ബ്രേക്കായി, ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു സപ്പോർട്ടാണ്. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്തു. പിന്നീട് എന്താ സംഭവിച്ചത്? മൈനർ ലെവൽസിനെയും, പക്ഷേ ഇതൊരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല. നമുക്ക് ഇവിടെ നിന്നൊരു എൻട്രി എടുത്താലും നമ്മളിവിടെ ട്രാപ്പ് ആവും. അതാണ് ഞാൻ പറഞ്ഞത്, 100% നമുക്കിവിടെ കിട്ടില്ല. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് കാണിച്ച എക്സാമ്പിളിലെല്ലാം വർക്കായില്ലേ. ഈ ഒരു എക്സാമ്പിളിൽ ഇത് ഇവിടെ നിന്ന് ബ്രേക്കായി, പക്ഷെ താഴോട്ട് നല്ലൊരു ട്രെൻഡ് തന്നില്ല. സെല്ലേഴ്സ് അവിടെ അത്ര സ്ട്രോങ് ആയിരുന്നില്ല. പിന്നീട് പിറ്റേ ദിവസമാണ് അവിടെ നിന്നൊരു താഴേക്ക് ഒരു ഫോൾ തന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ദിവസത്തെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നു. മേജർ ലെവൽസും മൈനർ ലെവൽസും രണ്ടിനെയും ഇങ്ങനെ റെസ്പെക്ട് ചെയ്ത് പോയി. ഓക്കെ, ഇവിടെ നിന്ന് നോക്കൂ, ഇവിടെ നിന്ന് ഡേ സ്റ്റാർട്ടായി, ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് ബ്രേക്കായി. ഇവിടെ നിന്ന് എന്താ സംഭവിച്ചത്? താഴോട്ട് വന്നു, റിടെസ്റ്റ് ചെയ്തു, സൈഡ് വേസ് പോയി, ബ്രേക്ക് ചെയ്തു, താഴോട്ട് വന്നു അല്ലേ. നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ നിന്നോ മേലോട്ട് പോയി, ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല, തിരിച്ച് താഴോട്ട് വന്നു, റിടെസ്റ്റായി, ബ്രേക്ക് ചെയ്തു, താഴോട്ട് വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ലെവൽസ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രേക്ക് ഔട്ട്സ് നല്ലോണം ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റും ഇൻട്രാഡേയിൽ. ഓക്കെ, ഇത് ഞാൻ സ്വിങ്ങിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. പിന്നെ ഇൻട്രാഡേക്ക് വേണ്ട സ്റ്റോക്കും കാര്യങ്ങളും എങ്ങനെ സെലക്ട് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റോക്ക് സെലക്ഷനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലെവൽസ്, മേജറും മൈനറും ആയിട്ടുള്ള ലെവൽസ് മാർക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന്, ഇൻട്രാഡേക്ക് വേണ്ടിയിട്ട് എങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഓക്കെ, ഇനി അതല്ല നേരിട്ട് അപ്പം തന്നെ റിപ്ലൈ കിട്ടുന്ന രീതിക്ക് വേണമെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ, ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കൊടുക്കാം, ജോയിൻ ആയിട്ട് ലൈവ് മാർക്കറ്റ്സിലാണെങ്കിലും അല്ലെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്ന സമയത്താണെങ്കിലും എപ്പോഴാണെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് പോലെ 99% ഓഫ് ട്രേഡേഴ്സ് ആർ ഡിസ്ട്രോയ്ഡ് ബൈ ദെയർ ഇമോഷൻസ്. അപ്പോൾ ഈ ഒരു 4 പോയിന്റ്സ് നിങ്ങളെപ്പോഴും മനസ്സിൽ ഓർത്ത് വയ്ക്കുക. എൻ്റെ എല്ലാ വീഡിയോസിലും ലാസ്റ്റ് ഞാൻ കാണിക്കുന്ന ഒരു കണ്ടന്റ് ആണിത്, കാരണം ഇതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.